ഇത് ഒരു കൊച്ചു ഗ്രാമമാണ് എന്ന് സ്വാഗതത്തിൽ പറയുകയുണ്ടായി. ഇതൊരു ഗ്രാമപ്രദേശമാണെങ്കിൽ ന്യൂഡൽഹി ഇതിനേക്കാളും ചെറിയ ഗ്രാമമാണ്. ബോംബെ അതിനേക്കാളും ചെറിയ ഗ്രാമമാണ്. നല്ല അടിപൊളി വീടുകളും അടിപൊളി റോഡുകളും നല്ല അസൽ ആൾക്കാരുമുള്ള സ്ഥലമാണ് ഗ്രാമമെങ്കിൽ. അപ്പോൾ പിന്നെ ശരിക്കും സിറ്റിയും ടൗണും കുഗ്രാമമൊക്കെ എന്തായിരിക്കും? ഏതായാലും ധന്യമായി ഈ വേദിയിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ. നമുക്ക് ദഹിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളോ ഒരു മൈക്ക് മുമ്പിൽ വയ്ക്കുമ്പോൾ തുടർച്ചയായിട്ട് കുറേ ഉപദേശങ്ങൾ തരുന്ന രീതിയിലുള്ള വിവരണങ്ങളോ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇന്നത്തേക്കാൾ കുറെ കൂടി ധന്യമാക്കാൻ സാധിക്കുന്നതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തികൾക്കും ഏത് മതത്തിലുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് ഈ മൈക്കിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയില്ല എന്നുകൂടി അറിയിച്ചുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറേ കാര്യങ്ങൾ, നമ്മുടെ മാതൃസങ്കല്പം, പിതൃ സങ്കല്പം, കുടുംബം സങ്കല്പം, ഇതെല്ലാം ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ നടന്നിരുന്ന കാലത്ത് ഈ ദേശത്തിൽ എന്തിൻ്റെ എല്ലാം കുറവുണ്ടായിരുന്നു എങ്കിലും ആ കുറവുകളെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പങ്കുവച്ചിരുന്നു. ധന്യമായ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വരി ശ്രദ്ധേയമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് 13 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ കടലിൽ പോയി മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് ആ മത്സ്യം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അരിയും പച്ചക്കറിയും വാങ്ങി എൻ്റെ അമ്മ 13 കുട്ടികൾക്കും ചോറ് വിളമ്പി, കറി വിളമ്പി, അമ്മ വിളമ്പുന്ന ആ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയുടെ 10,000-ലൊരംശം സംതൃപ്തി രാഷ്ട്രപതി ഭവനിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓലക്കുടിലില് പരമദാരിദ്ര്യത്തില് രാമേശ്വരത്തിലെ കടൽ തീരത്തില് ജീവിച്ചിരുന്ന കാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണം ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതി ഭവനിലെ ഭക്ഷണവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പോലും അമ്മയുടെ സ്നേഹം, അമ്മയോടുള്ള കടപ്പാട്, ഇതെല്ലാം മരണം വരെ ഏത് മനുഷ്യനും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, അതെങ്ങനെ കൊടുക്കണം. ഈ 2 കാര്യമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നമ്മുടെ മക്കൾക്ക് എന്തു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. അത് പറയുന്ന കൂട്ടത്തിൽ ഒരു അഭ്യർത്ഥന കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ഏതാണ്ട് 2 മണിക്ക് എല്ലാവരും എത്തുമെന്ന് സംഘാടകർക്കറിയാം. കറക്റ്റ് 2 മണിയായപ്പോൾ ആൾമോസ്റ്റ് കസേരകളെല്ലാം ഫുള്ളായി. അപ്പോൾ അവർ 1:30 വെച്ചത് തന്നെ 2 എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. എന്നാലും 2 മണിക്ക് ഇത്രയും ആൾക്കാർ വന്ന സ്ഥിതിക്ക്
നിങ്ങളോട് ഞാൻ ഒരു സെക്കൻഡ് മുമ്പ് പറഞ്ഞ അഭ്യർത്ഥന, നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പങ്കുവെക്കണം. നിങ്ങൾ ഒരാള് ഇവിടെ നിന്ന് കേട്ട കാര്യം 5 പേർക്ക് പങ്കുവെച്ചാൽ ഇവിടെ 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് 500 പേർക്ക് ഇതിലേതായ കാര്യങ്ങൾ പോകും. നിങ്ങൾക്ക് ഞാനിപ്പോൾ വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും ഓർമ്മയിൽ നിർത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുറേ പോയിന്റുകളായതുകൊണ്ട് നീട്ടി വലിച്ചു പറയല്ല, ഉൾക്കൊള്ളാൻ എളുപ്പത്തിൽ സാധിക്കും. അത് മറ്റുള്ളവരെ നിർബന്ധമായും കേൾപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. നമ്മുടെ മക്കള് സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള 5 ദിവസങ്ങളിൽ 9 മണി മുതൽക്ക് വൈകുന്നേരം 4 മണി വരെ ഏതാണ്ട് 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറാണ് നമ്മുടെ മക്കള് ഒരു വർക്കിംഗ് ഡേയില് സ്കൂളിൽ പോകുന്നത്. അപ്പൊ 5 വർക്കിംഗ് ഡേയില് 7 മണിക്കൂർ നമ്മുടെ മക്കൾ സ്കൂളിൽ ചെലവഴിക്കുമ്പോൾ ഒരു വർക്കിംഗ് ഡേയില് 17 മണിക്കൂർ നമ്മളുടെ മക്കൾ നമ്മുടെ കൂട്ടത്തില് ചെലവഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 15 മണിക്കൂറെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ നമ്മുടെ മക്കള് നമ്മുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസം 24 മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതാണ്ട് ഓണത്തിന്റെ 10 ദിവസം, ക്രിസ്തുമസിന്റെ 10 ദിവസം, സമ്മർ വെക്കേഷനിലെ 60 ദിവസം, അങ്ങനെ 80 ദിവസം ഒരു വർഷത്തില് നമ്മളുടെ മക്കള് നമ്മളുടെ കൂട്ടത്തില് ചെലവഴിക്കുന്നുണ്ട്. മറ്റ് മുടക്ക ദിവസങ്ങളിലും ഹർത്താൽ ദിവസങ്ങളിലും എല്ലാം നമ്മുടെ മക്കള് നമ്മളുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല, പണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് 5ഉം 6ഉം 7ഉം 8ഉം കുട്ടികളുണ്ടായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കൾക്ക് 1ഓ 2ഓ അല്ലെങ്കിൽ ഏറ്റവും കൂടി വന്ന 3 കുട്ടികളെ ഉള്ളൂ. ആ നമ്മളുടെ 1ഓ 2ഓ മക്കള് നമ്മുടെ കൂട്ടത്തിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളില് 35ഓ 40ഓ കുട്ടികളുടെ കൂട്ടത്തില് ഒരു കുട്ടി, ഒരു സ്റ്റുഡന്റ് മാത്രമാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകള്. അപ്പൊ ഒരു ടീച്ചർ 40 കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് ചിന്തിക്കാം. നമ്മള് ജന്മം നൽകിയ 1ഓ 2ഓ കുട്ടിയെയാണ് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളത്. ഒരു സ്കൂളില് നോക്കുകയാണെങ്കിൽ ആ 40 കുട്ടികളും ടീച്ചറിന്റെ കുട്ടികളല്ല, ടീച്ചറിന്റെ മക്കളല്ല. ആരാന്റെ മക്കളെ ശമ്പളത്തിന് ടീച്ചർ പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മളാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. മക്കൾ പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ നമ്മുടെ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോ നമ്മുടെ മക്കൾക്ക് നന്മ നിറഞ്ഞ ഒരു ശരീരം മാത്രം കൊടുത്താൽ പോരാ, നന്മ നിറഞ്ഞ ഒരു മനസ്സുകൂടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്കൂളിലെ അതോറിറ്റീസിന് ശരിക്കും സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലാക്കാം. അപ്പൊ അവിടെ മൂല്യങ്ങൾ പഠിപ്പിച്ചോ, മൂല്യങ്ങൾ പഠിപ്പിക്കാൻ സാധിച്ചോ, ഇതെല്ലാം ആ ക്ലാസ്സിലെ ടീച്ചറിന്റെ സൗമനസ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ചില ടീച്ചേഴ്സ് പഠിപ്പിക്കും, ചില ടീച്ചേഴ്സ് പഠിപ്പിക്കില്ല. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സിലബസ് പ്രകാരമുള്ളത് കറക്റ്റ് തീർത്ത് ആ കുട്ടിക്ക് നല്ല മാർക്ക് മേടിച്ചു കൊടുക്കാനാണ്. അപ്പൊ നമ്മുടെ മക്കള് ഓരോ വർക്കിംഗ് ഡേയിലും 15 മണിക്കൂറെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓരോ മുടക്ക ദിവസവും 24 മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു വർഷം 150ഓളം ഹോളിഡേയ്സ് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. ആ 150 ദിവസം ഒരു വർഷത്തിൽ കിട്ടുന്നതില് നമ്മൾ ശരിക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരല്പം സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവര് ധന്യമായ
നന്മ നിറഞ്ഞ മക്കളായി മാറും. അതിന് ഒരല്പം പോലും സന്ദേശമുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളില്, വിവിധ സ്കൂളുകളില്, വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം, ഒരു സ്ഥലത്ത് പോലും തെറ്റായിട്ടുള്ള ശരിയല്ലാത്ത അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എല്ലായിടത്തെയും കുട്ടികള് ശരിക്കും പവന്മാർക്ക് കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. ഏതെങ്കിലും കുട്ടികള് ഏതെങ്കിലും സ്കൂളില് പ്രോബ്ലം ഉണ്ടാക്കുന്നു എങ്കിൽ അവനെ മാത്രം വിളിച്ച് ചോദിച്ചാൽ മതി, നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയും എങ്ങനെയാ പെരുമാറുന്നത് എന്ന്. അവൻ അടുത്ത വരിക്ക് പറയും, എൻ്റെ അച്ഛനും അമ്മയും ദിവസവും വഴക്കാ സാറേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഏത് കുട്ടിയോട് വിളിച്ചു ചോദിക്കാം. സ്കൂളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്ന കുട്ടിയാണെങ്കിൽ വെറുതെ അച്ഛനും അമ്മയും എങ്ങനെയാ വീട്ടിൽ ജീവിക്കുന്നത് നോക്കിയാൽ അറിയാം, ആ വീട്ടില് ആ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന പ്രോബ്ലമാണ് മക്കള് പോലും തകർന്നു പോകാനുള്ള കാരണം. അല്ലെങ്കിൽ മക്കള് നന്മ നിറഞ്ഞവരാണ്, ഒരു സംശയമില്ല. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, നമ്മുടെ മക്കളുടെ മനസ്സിനകത്ത് സത്യം, ധർമ്മം, നീതി, ന്യായം, സ്നേഹം, ബഹുമാനം, കടമ, കടപ്പാട്, കരുണ, ദയ, ഇത് നമുക്കുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ലോകത്തിലെ വേറെ ആരും നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി തരില്ല. ഈ സ്നേഹവും ബഹുമാനവും കടമയും കടപ്പാടും കരുണയും ദയയും സംതൃപ്തിയും ധർമ്മബോധവും അതുമാതിരി ഉള്ളതൊന്നും തന്നെ മിക്കവാറും പുസ്തകങ്ങളിലോട്ട് പഠിപ്പിക്കുന്നോ ഇല്ല. പുസ്തകങ്ങളിൽ അതൊട്ട് പഠിപ്പിക്കാൻ സാധിക്കുന്നതുമല്ല. നമുക്കെങ്ങനെയാ പുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ സാധിക്കുക? നീ നിന്റെ അമ്മയെ സ്നേഹിക്കണം, നീ നിന്റെ അച്ഛനെ സ്നേഹിക്കണം, നീ നിന്റെ ടീച്ചറെ സ്നേഹിക്കണം, അനിയനെ സ്നേഹിക്കണം, അനുജത്തിയെ സ്നേഹിക്കണം, നന്മ ചെയ്യുന്ന എല്ലാവരെയും സ്നേഹിക്കണം, തിന്മ ചെയ്യുന്നവരെ വെറുക്കല്ല, അവരെയും നന്മ നിറഞ്ഞവരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം എന്ന് ഒരു കുട്ടിയോട് എങ്ങനെയാ ഒരു ടീച്ചറിന് പറയാൻ സാധിക്കുക? ഒരു വരി കൊണ്ട് അവനെടുക്കില്ല. അതുകൊണ്ട് ഒരു പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങള് നമ്മുടെ മക്കൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സ്കൂളിൽ എന്ത് പഠിപ്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ മക്കളില് നന്മ നിറഞ്ഞ വിചാരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇനി അടുത്ത ഒരു വരി ഞാൻ പറയുന്നു, എങ്ങനെയാ മക്കളെ പഠിപ്പിക്കേണ്ടത്? 3 വയസ്സ് മുതൽക്ക് തുടങ്ങണം ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കാൻ. 3 വയസ്സിൽ നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും, അമ്മേ കഥ പറയൂ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയെ വിളിച്ചു നോക്കൂ, മോളെ ഞാനൊരു കഥ പറയാം, മോനെ വാ അമ്മ ഒരു കഥ പറയാം. ആ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത് അവിടെ ഇട്ടേച്ച് കഥ കേൾക്കാൻ നമ്മുടെ മുമ്പിൽ വരും. ലോകത്തിലെ ഏത് കുട്ടിക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണ്. ആ കഥയിലൂടെ നമ്മുടെ മക്കൾക്ക് 3-ാമത്തെ വയസ്സ് മുതൽക്ക് നന്മ നിറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആ കുട്ടികൾ 6 വയസ്സാവുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ അവർ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. ഓരോ കുട്ടി ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അതിൻ്റെ മനസ്സ് വികസിക്കുകയാണ്. അപ്പൊ 3 വയസ്സ് മുതൽക്ക് കഥ പറഞ്ഞു കൊടുക്കാം. അവരൊരു 6 വയസ്സിന്റെ അടുത്തെത്തുമ്പോൾ കഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതേ കുട്ടി ഒരു 9 വയസ്സാവുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥയിലെ മുഴുവനും ആ കുട്ടികൾ വിശ്വസിക്കില്ല. അതമ്മ പറഞ്ഞത് ശരിയല്ല, എനിക്കറിയാലോ അമ്മ പറഞ്ഞത് ശരിയല്ല. അപ്പൊ ചിലതിനെ അവരെതിർക്കും. 9 വയസ്സാവുമ്പോ എതിർക്കാൻ തുടങ്ങും. 14 വയസ്സ് കഴിഞ്ഞാല് പിന്നെ അമ്മയും അച്ഛനും പറയുന്നത് പൊതുവെ മക്കൾ എടുക്കില്ല. എന്താ കാരണം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴിക്കുഞ്ഞുങ്ങളെ? ഈ തള്ളക്കോഴി കുഞ്ഞു കോഴികൾ ഏതാണ്ട് തന്നെത്താനെ കാലിൽ നിൽക്കാറാവുമ്പോ തള്ളക്കോഴി അതിനെ കൊത്തി മാറ്റും. തള്ള പൂച്ചയാണെങ്കിലും പൂച്ച കുഞ്ഞുങ്ങളെ മാറ്റും, നായയാണെങ്കിലും അതിന്റെ കുഞ്ഞുങ്ങളെ മാറ്റും. ഈ ലോകത്തില് മക്കളെ തന്നെത്താനെ ദൂരത്തേക്ക് അയക്കാൻ വിമുഖത കാണിക്കുന്നത് ഇന്ത്യക്കാർ മാത്രമാണ്. അമേരിക്കയിൽ നോക്കിയാൽ അറിയാം,
13, 14, 15 വയസ്സായ പെൺകുട്ടികള് തന്നെത്താനെ ഏതെങ്കിലും ചെക്കനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ടെൻഷനാ. എന്റെ മകള് പെണ്ണ് തന്നെ അല്ലേ, അവളെന്താ ആണുങ്ങളുടെ പുറകെ പോവാത്തെന്ന് അവരുടെ സംശയം. അതാണ്. അവർക്ക് ഭയങ്കര റിസ്ക് അവർക്കത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. ജീവിതാവസാനം വരെ നമ്മുടെ മക്കള് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. നമ്മുടെ ദുഃഖങ്ങള് പങ്കുവെക്കണം. അങ്ങനെ നമ്മള് മക്കളെ മാറ്റാത്തത് കൊണ്ട് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വഴിയാണ് 14 വയസ്സ് കഴിയുമ്പോ അമ്മ പറയുന്നത് മക്കള് കേൾക്കില്ല, അച്ഛൻ പറയുന്നത് കേൾക്കില്ല, കുറച്ചൊക്കെ നിരീശ്വരവാദികളാകും, കുറച്ചൊക്കെ വെല്ലുവിളിക്കാനും നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും ഒക്കെ കുട്ടികൾ തുടങ്ങുമ്പോഴാണ് SFIക്കാരും DYFIക്കാരും മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ നിങ്ങൾ, ആ സമയത്താണ് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത്. 2 രൂപ എടുത്ത് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത് എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഒരു ചങ്കൂറ്റം, വെല്ലുവിളിക്കാനുള്ള ചങ്കൂറ്റം കുട്ടികൾക്ക് വരുന്ന സമയത്ത് അമ്മയും അച്ഛനും വാടാ മോനെ അമ്മ കുറേ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ അവൻ കൃത്യമായിട്ട് മലയാളത്തിൽ പറയും, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോ എടുക്കാത്ത സമയത്താണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതേ സമയത്ത് എടുക്കുന്ന കാലഘട്ടത്തില് 3-ാമത്തെ വയസ്സ് മുതൽക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു 6 വയസ്സാവുമ്പോ അവന് കഥകള് കേൾക്കുന്നതിനേക്കാൾ ബ്രെയിൻ മെച്യൂരിറ്റി ആയെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസരുടെ, വിവേകാനന്ദന്റെ, ശങ്കരാചാര്യരുടെ, രമണ മഹർഷിയുടെ, മന്നത്ത് പത്മനാഭന്റെ, നല്ല നല്ല ആൾക്കാരുടെയൊക്കെ ജീവിതചര്യകൾ പറഞ്ഞു. നാരായണ ഗുരുദേവന്റെ, ഏത് മതം ഏത് ജാതി എന്നൊന്നും നോക്കണ്ട, ഏത് നല്ല മനുഷ്യ, സോക്രട്ടീസിന്റെ, എബ്രഹാം ലിങ്കന്റെ, നന്മ നിറഞ്ഞ വ്യക്തികളുടെ ചില സംഭവങ്ങൾ, അത് നല്ലത് ചെയ്യുന്നവരുടെ ജീവിത അനുഭവങ്ങളും പറഞ്ഞു കൊടുക്കണം, തിന്മ ചെയ്യുന്നവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തിനറിയോ? നന്മ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നും തിന്മ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ എന്ത് കോട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നും മറ്റു പലരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ മക്കള് പതുക്കെ 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 വളരുമ്പോൾ ഏതാണ്ട് ഒരു 9-10 വയസ്സെത്തുമ്പോ ആദ്യം കഥകളിലൂടെ തുടങ്ങി, പിന്നെ സാവധാനത്തിൽ അനുഭവങ്ങളിലൂടെ തുടങ്ങി, പിന്നെ 10 വയസ്സാകുമ്പോൾ കുറേശ്ശെ ഉപദേശം കൊടുത്തു തുടങ്ങണം. ഈ പഴഞ്ചൊല്ലികളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ, അടി തെറ്റിയാൽ ആനയും വീഴും. അത് പതുക്കെ മാറ്റി പറയാം. അടി തെറ്റിയാൽ NSSലെ പ്രസിഡന്റും വീഴും. കേട്ടിട്ടുണ്ടോ? കുരയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല, കടിക്കുന്ന വൈസ് പ്രസിഡന്റ് ഒരക്കില്ല, മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല, ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കാണുമ്പോ ഭയപ്പെടും. ഇതൊക്കെ പഴമൊഴിയാണ്. പഴഞ്ചൊല്ലികളെ ഒന്ന് മാറ്റി പറയുമ്പോഴാണ് ശരിക്കും ഇന്നത്തെ ജീവിതത്തിന് അനുയോജ്യമായി തീരുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് 3 വയസ്സ് മുതൽക്ക് 6 വയസ്സ് മുതൽക്ക് 9 വയസ്സ് മുതൽക്ക് 14 വയസ്സ് കഴിഞ്ഞ് പിന്നെ 21 വയസ്സ് വരെ ജനറലി അവരെടുക്കില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ കുട്ടികൾക്ക് അത് ബാധകമല്ല. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങള് കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ എടുക്കേണ്ടവര് എടുക്കേണ്ടതുപോലെ എടുക്കും. അപ്പോ ആ കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. MT വാസുദേവൻ നായരുടെ അടുത്ത് കുറെ കുട്ടികളെ എന്ത് ചോദിച്ചു, അങ്ങക്ക് ജ്ഞാനപീഠം അവാർഡ് വാങ്ങിക്കുമ്പോൾ ഓർമ്മ വന്നത് ആരെയാണ് എന്ന്. ഒരു സെക്കൻഡ് പോലും വൈകാതെ MT വാസുദേവൻ നായർ പറഞ്ഞത്, ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മയും അമ്മൂമ്മയെയുമാണ്. അവര് പറഞ്ഞ കഥകളും ജീവിതഗന്ധിയായ പുരാണങ്ങളുടെയും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും അനുഭവങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഇത് MT വാസുദേവൻ നായരുടെ നല്ലൊരു കൊട്ടേഷനാ. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളില് തിങ്ങി നിറഞ്ഞ ഒരു സദസ്സില് തിരുവനന്തപുരം പൗരാവലി ജ്ഞാനപീഠം വാങ്ങിച്ച MT വാസുദേവൻ നായർക്ക് സ്വീകരണം കൊടുക്കുന്ന വേളയില് അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ച കുട്ടികളോട് അദ്ദേഹം പറഞ്ഞ വരിയാണിത്. ഈ ലോകത്തിലെ ഏത് വ്യക്തിയോട് ചോദിച്ചു നോക്കാം. എബ്രഹാം ലിങ്കണോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം എന്താന്ന്. ഒരു സെക്കൻഡ് വൈകാതെ എബ്രഹാം ലിങ്കൺ പറഞ്ഞത്,
എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തിയ അമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ ശരിക്ക് അമ്മ എന്നൊരു വാക്ക്, ആ അമ്മ എന്ന ഒരു പ്രതിഭാസം, അത് ശരിക്കൊരു വാക്കല്ല, അത് ശരിക്കൊരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്, ഫിനോമിനൻ. ആ അമ്മ എന്ന പ്രതിഭാസമാണ് ജന്മം നൽകി വളർത്തി വലുതാക്കിയ കുട്ടികളെ ഒസാമയാക്കുന്നതും ഒബാമയാക്കുന്നതും. രണ്ടു വരിക. ഒസാമയാക്കുന്നതും ഒബാമയാക്കും. ഒരുപക്ഷെ അമ്മ മനഃപൂർവ്വം ഒരു കുട്ടിയെ ഒസാമയാക്കില്ല. കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ആ കുട്ടി അങ്ങനെ ആയിത്തീരുന്നു. കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ ആ കുട്ടി അങ്ങനെ അല്ലാതെ വേറൊരു രീതിയിൽ ആയിത്തീരും. ഏറ്റവും നല്ല ഇതാണ്. ശരിക്ക് രമണ മഹർഷിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങക്ക് എന്തായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം? അദ്ദേഹം മറുപടി പറഞ്ഞത്, കഴിഞ്ഞ കുറേ കാലമായി കട്ടിലിൽ കിടക്കുന്ന എൻ്റെ അമ്മ മരിക്കരുതേ എന്നാ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മ അകത്തുണ്ടെങ്കിൽ, അവർ കട്ടിലിൽ കിടക്കുകയാണെങ്കിലും എനിക്കൊരു നാഥനുണ്ട് എന്നൊരു ഫീലിംഗാണ് എനിക്കുള്ളത്. അദ്വൈതത്തിന്റെ പരമകാഷ്ഠയിലെത്തിയ, കോണകം മാത്രം ഉടുത്ത് നടക്കുന്ന, അതിഗംഭീരമായ കൈവല്യ പദവിയിലെത്തിയ ഒരു യോഗിയായ രമണ മഹർഷിയും പറഞ്ഞത്, കട്ടിലിൽ രോഗിയായിട്ട് വാർദ്ധക്യത്തിന്റെ പരമകാഷ്ഠയിൽ കിടക്കുന്ന അമ്മ കട്ടിലിൽ വെറുതെ കിടക്കുമ്പോഴും, എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുമ്പോഴും ആ അമ്മയുണ്ടല്ലോ എന്ന ഒരു ബലം, സ്ട്രെങ്ത്, അതാണ് മക്കൾക്ക് എന്നും അങ്ങനെ ആയിത്തീരാ. വിവേകാനന്ദനെ, ശരിക്കും നരേന്ദ്രനെ വിവേകാനന്ദനാക്കി മാറ്റിയത് പ്രൊഫസർ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. എന്താ എന്നൊരു ചോദ്യം ചോദിച്ചാല്, വില്യം വേർഡ്സ്വർത്ത്, ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. വില്യം വേർഡ്സ്വർത്ത് നല്ല കവിതകൾ എഴുതുന്ന ആളാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. ലണ്ടനിൽ നിന്ന് 60 മൈല് ദൂരെ ജാസ്മിർ വില്ലേജില് ആണ് അദ്ദേഹത്തിന്റെ വീട്. എനിക്ക് വില്യം വേർഡ്സ്വർത്തിനെ ആരാധിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ലണ്ടനിൽ പോയിട്ട് കാർ പിടിച്ച് ജാസ്മിർ വില്ലേജിൽ പോയിട്ട് വില്യം